ഇതുവരെയും തോൽവി എന്ന് പറഞ്ഞവൻ ഇനിയും അവൻ തോറ്റവനല്ല എന്ന് പറയിപ്പിക്കുന്ന ചില സർട്ടിഫിക്കറ്റുകൾ സ്വർഗത്തിലെ ദൈവം അവനെ പൊന്നുപോലെ പണിതെടുത്ത് നൽകി. ഇത്ര പേർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ചില സർട്ടിഫിക്കറ്റുകൾ ഞാൻ വാങ്ങിക്കാൻ പോകുകയാണ്. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 43-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ജെനസിസ് ചാപ്റ്റർ 43 വേഴ്സ് 9. അതിന്റെ ആരംഭ ഭാഗത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ അവന് വേണ്ടി ഉത്തരവാദിയായിരിക്കാം. ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാൻ നിന്റെ ഉത്തരവാദിയായിരിക്കാം. ഇവിടെ ഉത്തരവാദിയായിരിക്കാം എന്ന് ഈ പറയുന്ന സാഹചര്യം അവിടെ നിന്നല്ല എൻ്റെ മെസ്സേജ്, എങ്കിലും ആ വാക്ക് നമ്മെ ധൈര്യപ്പെടുത്തട്ടെ. ഉത്തരവാദി എന്ന് പറയുമ്പോൾ നമ്മുടെ സർവ്വകാര്യവും ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി. ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുന്ന അനേകർ നമുക്ക് ഈ ലോകത്ത് കാണാൻ കഴിയുന്നുണ്ട്. തെളിച്ചു പറഞ്ഞാൽ ചില വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാൻ ഞാൻ ഈ വിഷയം ഏറ്റെടുത്തോളാം. അല്ലെങ്കിൽ ജോലി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഈ വിഷയം ഏറ്റെടുത്തോളാം, ആ ജോലി ഞാൻ വാങ്ങിച്ചു തരാം. ഇങ്ങനെ പറയുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ ഭാഗത്തിൽ 43-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹൂദ ബെന്യാമീൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു വിഷയത്തെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. തൻ്റെ പിതാവിനോട് വന്ന് പറയുകയാണ്, ഞാൻ അവൻ്റെ ഉത്തരവാദിയായിരിക്കാം, അവനെ തിരിച്ച് നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് എത്തിക്കാം, ഇവനെ ഇവിടുന്ന് കൊണ്ടുപോയി തിരിച്ചു വരുന്നിടം വരെയുള്ള പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ മേലിലാണ്. അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്വം വഹിച്ച് അവനെ കൊണ്ടുപോവുകയും അതുപോലെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇവിടെ ഈ ഉത്തരവാദിത്വം എന്നുള്ളൊരു വിഷയത്തിൽ നിന്ന് ആ ഒരു വിഷയത്തെ ഞാൻ മറ്റൊരു ഭാഗത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വർഗത്തിലെ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിട്ട് നമ്മോട് പറയുന്ന ഒരു ആലോചനയാണ്. ഈ ലോകത്തിൽ നിന്നെ തിരഞ്ഞെടുത്ത നാൾ മുതൽ നിന്നെ ഒരു സ്ഥാനത്ത് കൊണ്ട് എത്തിക്കുന്നിടം വരെ നിന്റെ ഉത്തരവാദി ഞാനായിരിക്കും. പ്രൈസ് ലോർഡ്. എത്ര പേർക്ക് അങ്ങനെ ഒരു സന്തോഷമുണ്ട്? എൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ കർത്താവ്. ആമേൻ. ഈ ലോകത്തിൽ എൻ്റെ ശ്വാസം പോകുന്നിടം വരെ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഞാൻ ജീവിതത്തിനോടെ ആയിരിക്കുന്ന കാലം വരെ എൻ്റെ ഉത്തരവാദിത്വം ഒരുവൻ ഏറ്റെടുക്കാനുണ്ട് എന്നുള്ള അത് മനുഷ്യനല്ല പറഞ്ഞത്. മനുഷ്യനായിരുന്നെങ്കിൽ നമുക്ക് അത്ര സന്തോഷിക്കാൻ വകയൊന്നും ഇല്ലായിരുന്നു. കാരണം ഇന്ന് പറയും, നാളെ ഇന്നത്തെ ആ വ്യക്തിയുടെ സാഹചര്യം അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളാം എന്ന് പറയുന്നത്. എന്നാൽ നാളെ അദ്ദേഹത്തിൻ്റെ സാഹചര്യം മാറാം. മനുഷ്യനല്ലേ, എല്ലാ ഇപ്പോഴും ഒന്നുപോലെ ഇരിക്കണമെന്നില്ല. അപ്പോൾ ഇത് മനുഷ്യനായിരുന്നു പറഞ്ഞതെങ്കിൽ നമുക്ക് സന്തോഷിക്കാനൊരു വഴിയില്ല. എന്നാൽ യേശു കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചത് മുതൽ സ്വർഗത്തിൽ എത്തും വരെയും നമുക്കവനൊരു ഉത്തരവാദിയാണ്. അതിനുവേണ്ടിയാണ് പൂർണ്ണമായി നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് പുനരുദ്ധാനം ചെയ്ത് പോകുന്നതിന് മുമ്പേ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളോടുകൂടെ ഇരിക്കുവാൻ, നിങ്ങളെ സത്യത്തിൽ വഴി നടത്തുവാൻ, നിങ്ങൾക്ക് സത്യം ഏതാണ് നീതി ഏതാണെന്നൊക്കെ പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു പരിശുദ്ധാത്മാവിനെ, കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുന്നുണ്ട്. ഞാൻ പോകാഞ്ഞാൽ അവൻ വരാൻ വഴികയില്ല. അതുകൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ് എന്ന് യേശു കർത്താവ് പഠിപ്പിക്കുവാനിടയായി തീർന്നു. അപ്പോൾ യേശു കർത്താവ് പോയതിന് ശേഷം നമ്മുടെ ഉത്തരവാദിത്വം വഹിക്കുവാനാണ്, അല്ലെങ്കിൽ നമ്മെ സ്വർഗത്തിൽ കൊണ്ടെത്തുന്നിടം വരെയും സത്യത്തിലും നീതിയിലും ബോധിപ്പിച്ചു നടത്തുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉത്തരവാദിയാണ് ഞാൻ എന്നാണ് യേശു പറയുന്നത്. ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം, ഒറ്റ കാര്യമേ ഉള്ളൂ, നീ എൻ്റെ വഴിയിൽ നടക്കണം. ഇത് മാത്രമേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ, നീ എൻ്റെ വഴിയിൽ നടക്കണം. അപ്പം ഈ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ എനിക്കൊരുവൻ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മെ ഭരിക്കുന്നത്. എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയുണ്ട്, എന്നെ നടത്തുവാൻ ഒരുവനുണ്ട്. എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൊടുങ്കാറ്റുകളും തിരമാലകളും ഒക്കെ ആഞ്ഞടിക്കുമ്പോഴും അതിൻ്റെ മധ്യത്തിലും എന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ലാത്തത്. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയൊക്കെ മധ്യത്തിൽ നാം എന്ത് ചെയ്തിരുന്നേനെ? ഈ കൊടുങ്കാറ്റും തിരമാലകളും ആഞ്ഞടിക്കുമ്പോഴേ നാം ഭയപ്പെട്ടു പോയേനെ.
അതാണ് ഈ കടൽ തീരത്തൊക്കെ പോയി നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഈ തിരമാലകളൊക്കെ, കുഞ്ഞുങ്ങൾ മാത്രമല്ല നമ്മളും അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഈ തിരമാലകൾ വളരെ ശക്തിയോടെ ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുറകോട്ട് പോകാറുണ്ട്. കാരണം ഒരു ഭയം കൊണ്ടാണ്. ഈ തിരമാല എന്നെ തിരിച്ച് ആ വെള്ളത്തിൽ അകത്തേക്ക് കൊണ്ടുപോയി മുക്കിക്കളയുവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നാം പുറകോട്ട് മാറുന്നത്, അല്ലെങ്കിൽ അതിനെ ഭയപ്പെടുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ ലോകവും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ലോകത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എപ്പോഴോ നമ്മളെ മുക്കിക്കളയേണ്ടതായിരുന്നു. ഈ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നത് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് സർവശക്തൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദത്തം ചെയ്ത് നമ്മുടെ ഉള്ളിലാക്കി നമ്മെ ഈ ലോകത്ത് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്നത്, ഏത് വിഷയങ്ങൾ, ഏത് പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും, തോറ്റുപോകും എന്നൊരു ഭയം ജീവിതത്തിനു നേരെ ആഞ്ഞടിച്ചാലും അവിടെയും നീ തോറ്റുപോകില്ല. കാരണം നിന്റെ ഉള്ളിൽ ഒരു പരിശുദ്ധാത്മാവ് നിന്നെ നടത്തുന്നവനുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? അതെ, എൻ്റെ ഉള്ളിൽ ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഒന്നുകൊണ്ട് ഞാൻ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമല്ല. കാരണം ഈ ലോക സാഗരത്തിൽ മുങ്ങിപ്പോകുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. ആ ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. കൊടുങ്കാറ്റ് പോലെ വളരെ സമുദ്രം കലങ്ങി മറിയുന്നത് പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരെ ആഞ്ഞടിക്കും. അത് മാനുഷികമാണ്. ഈ ലോകത്തുണ്ടാകുന്നിടം വരെ നാം ജീവനോടെ ഇരിക്കുന്നിടം വരെയും അത് സംഭവിക്കും. പക്ഷേ അതിൽ നാം മുങ്ങിപ്പോകില്ല, അതിൽ നാം താളടിയാകില്ല. കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ടാണ് നാം ഇന്നും നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ഉത്തരവാദിത്വം വഹിക്കുന്നവൻ ഒരുവനുണ്ട്. യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ നമ്മെ ഉത്തരവാദിയായിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഭാരപ്പെടേണ്ട. പക്ഷേ പഴയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ യോസഫ് എന്നൊരു വലിയൊരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും. യോസഫിന്റെ ജീവിതം തന്നെയാണ് ഈ പുസ്തകത്തിൽ എഴുതുവാൻ കാരണമായി തീർന്നത്. താൻ അനുഭവിച്ച, തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രശ്നങ്ങൾ തന്നെയാണ് തന്നെ ഒരു മഹത് വ്യക്തിയായി ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഈ യോസഫിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അവന്റെ ഉത്തരവാദിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം അവന്റെ ഉത്തരവാദിയായിരുന്നു. പക്ഷേ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും താൻ അനുഭവിക്കേണ്ടി വന്നു. ദൂരെ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് ആരംഭഘട്ടങ്ങളെല്ലാം യോസഫിന്റെ ജീവിതം പരാജയം പോലെ തോന്നും. പക്ഷേ സ്വർഗത്തിലെ ദൈവം അവൻ്റെ ഉത്തരവാദിയായിരുന്നു എന്നുള്ളതാണ് ആരംഭം മുതൽ അവസാനം വരെയുള്ള 37 അധ്യായം മുതൽ 50 അധ്യായം വരെ കാണുന്ന ഒരു ചരിത്ര സംഭവം നാം മനസ്സിലാക്കുന്നത്. പുറത്തുനിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് തികച്ചും പരാജയപ്പെട്ട ഒരു ജീവിതം പോലെ യോസഫിൻ്റെ ജീവിതം തോന്നാമെങ്കിലും അത് പരാജയത്തിൻ്റെ ഒരു ജീവിതമല്ലായിരുന്നു. യോസഫിൻ്റെ ജീവിതം വിജയത്തിൻ്റെ ഒരു ജീവിതമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ദൈവം ഒരുവന്റെ ഉത്തരവാദിയായിരുന്നാൽ അവന്റെ ജീവിതം പരാജയമല്ല, അവന്റെ ജീവിതം തികച്ചും വിജയത്തിലേക്കുള്ളൊരു യാത്രയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തെ മറ്റുള്ളവർ ഘോഷിക്കുന്ന ഒരു യാത്രയാണ് ഹല്ലേലൂയ നമ്മുടെയും ജീവിതയാത്ര എന്നുള്ളത് കൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ഗോഡ്. യോസഫിന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങളെ നാം പരിശോധിക്കുകയാണെങ്കിൽ 3 ഘട്ടങ്ങൾ യോസഫ് യാത്ര ചെയ്ത് കടന്നു വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 37 അധ്യായം മുതൽ 50 അധ്യായം വരെ 3 ഘട്ടങ്ങൾ. ഒന്ന്, ജനനം മുതൽ താൻ മിസ്രയീമിൽ എത്തുന്നിടം വരെയുള്ള 1-ാം ഘട്ടം. അത് ഉൽപ്പത്തി പുസ്തകം 30 അധ്യായം 22 വാക്യം മുതൽ 37 അധ്യായം അതിൻ്റെ 30 വാക്യം വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം 7 അധ്യായങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ 1-ാം ഘട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ ആരംഭ ഭാഗം വളരെ സന്തോഷമില്ല, വളരെ സന്തോഷിക്കത്തക്ക പുറത്തുനിന്ന് നോക്കുന്ന വ്യക്തിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു അനുഭവം നൽകുന്ന ചില കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നതെങ്കിലും അതിൻ്റെ മധ്യഭാഗം തുടങ്ങി, ആരംഭഘട്ടത്തിൻ്റെ മധ്യഭാഗം തുടങ്ങി ആരംഭഘട്ടത്തിൻ്റെ അവസാന ഘട്ടം വരേക്കും അവൻ്റെ ജീവിതം ദൂരെ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് പരാജയം പോലെ തോന്നും. നമ്മുടെ ജീവിതത്തിലും ഘട്ടം ഘട്ടമായിട്ടുള്ളൊരു യാത്രയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്, മറക്കണ്ട.
3 ഘട്ടങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഏതു ഘട്ടത്തിലാണെന്ന് സ്വയം വിചിന്തനം ചെയ്യണം. അമ്മൻ, ഈ 3 ഘട്ടത്തിലൂടെ ഒരു യാത്ര എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകും. അമ്മൻ, ഈ 3 ഘട്ടത്തിലൂടെ ഓരോ അനുഭവങ്ങളിലൂടെ ആയിരിക്കും ദൈവം തൻ്റെ ജനത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ആരംഭഘട്ടം വളരെ സന്തോഷമുള്ള ഘട്ടമായിരുന്നു. അപ്പനാൽ സ്നേഹിക്കപ്പെട്ട ഓമന പുത്രൻ എന്ന് വിളിക്കുവാൻ കഴിയുന്ന അമ്മൻ രാഹേലിന് വളരെ നാളുകൾ പ്രാർത്ഥിച്ച് ലഭിച്ച വളരെ സന്തോഷത്തോടെ കൊണ്ടുവന്ന ഒരു കുഞ്ഞ്, അപ്പൻ്റെ സ്നേഹഭാജനമായതുകൊണ്ട് വർണ്ണ നിലയങ്കി ധരിപ്പിച്ച് അപ്പൻ ഹല്ലേലൂയ സന്തോഷത്തോടെ നടത്തിക്കൊണ്ടുവന്ന സഹോദരന്മാരാൽ സ്നേഹിക്കപ്പെട്ട് കടന്നു വന്ന ഒരനുഭവമായിരുന്നു ആരംഭഘട്ടം. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ മധ്യഘട്ടത്തിലേക്ക് കടന്നു വന്നപ്പോൾ താൻ ആരംഭഘട്ടത്തിൽ നിന്നൊന്ന് വഴുതി പോകുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് വഴുതി മാറുന്നു. ഒരു പരാജയത്തിലേക്കൊന്ന് വഴുതി മാറുന്നത് പോലെ ഒന്ന് തോന്നുന്നുണ്ട്. എന്നാൽ ഈ ആരംഭഘട്ടം 37-ാം അധ്യായം 30-ാം വാക്യം വരെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 2ാം ഘട്ടം എന്ന് പറയുന്നത് 39-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 41-ാം അധ്യായം അതിൻ്റെ 36 വരെയുള്ള ഭാഗങ്ങളാണ് 2ാം ഘട്ടം. ഈ 2ാം ഘട്ടം എന്ന് പറയുന്നത് മിസ്രൈമിൽ എത്തുന്നത് മുതൽ അധികാരത്തിലെത്തുന്ന കാലഘട്ടം വരെയുള്ള ഒരു സമയമാണ് ഈ 2ാം ഘട്ടം. ഈ ഘട്ടം എന്ന് പറയുന്നത് യോസഫിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആമേൻ ഒരു പരിശീലന കാലഘട്ടമായിരുന്നു. ഒരു പരിശീലന കാലഘട്ടം. 3ാം ഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ 41-ാം അധ്യായം അതിൻ്റെ 37 മുതൽ 50-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം വരെ വായിക്കുമ്പോൾ 3ാം ഘട്ടം എന്ന് പറയുന്നത് ആമേൻ വിജയത്തിൻ്റെ ഒരു ഘട്ടമായിരുന്നു. ആമേൻ ഇത് നോക്കിയാൽ നമുക്കൊരു ഏകദേശം 9 അധ്യായങ്ങൾ ആമേൻ ഈ വിജയത്തിൻ്റെ ഘട്ടത്തെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 2ാമത്തെ ഘട്ടം വളരെ കഠിനമേറിയ ചില പാതയിലൂടെ കടന്നു പോകേണ്ടി വന്നു എങ്കിലും ആ കാലം ചില ചുരുങ്ങിയ കാലം പോലെ നമുക്ക് തോന്നും. ഏകദേശം 3 അധ്യായങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന കാലഘട്ടമാണ് 2ാം ഘട്ടം. ഈ 3ാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ താൻ വിജയോന്മുഖമായി അമൻ വിജയത്തിൻ്റെ പന്താവുകളിലേക്ക് കയറി അമൻ എല്ലാവരാലും സ്നേഹിക്കപ്പെട്ടും എല്ലാവരാലും നടത്തപ്പെട്ടും എല്ലാവരും ആലും നടത്തപ്പെടുന്നവൻ മാത്രമല്ല അമൻ ദൈവത്താൽ നടത്തപ്പെടുന്നവനെന്ന് ലോകം തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ് 3ാം ഘട്ടം. നമ്മുടെ ജീവിതത്തിൽ മറക്കണ്ട, ചില ഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ 2 ഘട്ടം വരെ അവൻ ഒന്നുകിൽ പാപി, ഇല്ലെങ്കിൽ കുഴപ്പക്കാരൻ, ഇല്ലെങ്കിൽ പ്രശ്നമുള്ളവൻ, ഇല്ലെങ്കിൽ അവർ ഒന്നിനും കൊള്ളാത്തവൻ എന്നൊക്കെ പറയത്തക്ക വിധത്തിൽ അവൻ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഉപദ്രവിക്കപ്പെട്ട് തള്ളപ്പെട്ടവനാണെങ്കിലും 3ാം ഘട്ടത്തിൽ നാം വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു 3ാം ഘട്ടം എന്നൊരു വിജയത്തിൻ്റെ ഘട്ടം നമുക്കുണ്ട്. അതുവരെ ദൈവം നടത്തുന്ന പാതയിലൂടെ നാം നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോസഫിൻ്റെ ജീവിതത്തെ ആമേൻ കർത്താവ് നമുക്ക് പഠിപ്പിക്കുന്ന വളരെ വലിയ രഹസ്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം ഉത്തരവാദിയായിരുന്നാൽ, ഒരു മനുഷ്യനെ ദൈവം നടത്താൻ തീരുമാനിച്ചാൽ അവൻ്റെ ജീവിതം മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ചില കഷ്ടപ്പാടും പ്രതികൂലവും ഒക്കെ തോന്നിയാലും അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തിൻ്റെ കരത്തിനകത്തിൽ ആമേൻ ഹല്ലേലൂയ ഇണങ്ങി ആയുധമാക്കി തീർത്തുകൊണ്ടിരിക്കുകയാ. ആമേൻ പുറത്തു വരുമ്പോഴാണ് അവൻ പൊന്നായി പുറത്തു വരുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ പൊന്നാകുന്നിടം വരെ ചില അടിയും ചില ആമേൻ ഹല്ലേലൂയ ചില പ്രശ്നങ്ങളും ചില തീയുടെ അനുഭവമൊക്കെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കും. എന്നാൽ ഒരു പൊന്നായി പുറത്തു വരണമെങ്കിൽ ഇതിലൂടെ പോകാതിരിക്കാൻ കഴിയില്ല. പോകാതിരിക്കാൻ ആമേൻ പോകണം. ഇത്ര പേർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പലപ്പോഴും നമ്മൾ അങ്ങനെ ആഗ്രഹിക്കാറില്ല. ആമേൻ ഞാൻ ഉൾപ്പെടെ ആമേൻ സന്തോഷമായിട്ട് അങ്ങ് പുറത്തിറങ്ങണം, പൊന്നായിട്ട് പുറത്തിറങ്ങണം നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നല്ലൊരു ആഭരണമാണെങ്കിൽ ചില അടിയും ആമേൻ ചില ഇടിയും ചില തീയുടെ അനുഭവവും ആമേൻ ചില പ്രശ്നങ്ങളും ചില കരച്ചിലും ചില വേദനയും ചില മുള്ളിൻ്റെ അനുഭവമൊക്കെ ജീവിതത്തിൽ ഉണ്ടേലേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ പ്രിയരെ, എനിക്കൊരു വിജയമുണ്ട്. ഞാൻ നല്ലൊരു ആഭരണമായി പുറത്തു വരും, നല്ലൊരു പൊന്നായി ഞാൻ പുറത്തു വരും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേദനപ്പെടേണ്ട. സ്വർഗം പൊന്നാക്കിക്കൊണ്ടിരിക്കുകയാ.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ 3 ഘട്ടങ്ങളെ ഞാൻ അല്പം കൂടെ ഒന്ന് വിവരിച്ച് നിങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ആഗ്രഹിക്കുന്നത്. യോസഫിന്റെ ജീവിതത്തിന്റെ 1-ാം ഘട്ടം ഞാൻ പറഞ്ഞു, വളരെ സന്തോഷമേറിയ നല്ല അപ്പൻ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കുന്ന എന്ന് പറഞ്ഞ അപ്പന്റെ കരത്തിൽ വെച്ച് വളർത്തിയ ഒരു ഓമന പുത്രനാണ് യോസഫ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലയങ്കിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവൻ സന്തോഷിക്കുന്നത് കാണാൻ സന്തോഷമുള്ളൊരപ്പൻ. നമ്മളെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. നാം സന്തോഷിക്കുന്നത് കാണാൻ സന്തോഷമുള്ളൊരപ്പനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ എപ്പോഴും നമ്മെ കരയിപ്പിച്ചിട്ട് സന്തോഷിക്കുന്നവനല്ല നമ്മുടെ ദൈവം. അവൻ നമ്മെ ദുഃഖിപ്പിച്ചിട്ട് സന്തോഷിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. അവൻ്റെ ഇഷ്ടഭാജനമാണ് നാമെങ്കിൽ, അവൻ്റെ ഇഷ്ട സന്താനങ്ങളാണ് നാമെങ്കിൽ, നാം ചിരിക്കുന്നത് കാണുവാൻ, നാം സന്തോഷിക്കുന്നത് കാണുവാൻ, നാം അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് അത് സന്തോഷമുണ്ട്? അതെ, ഞാൻ സന്തോഷിക്കുന്നത് കാണുവാൻ ആഗ്രഹമുള്ളൊരപ്പനുണ്ട്. പക്ഷേ ചില പ്രതിസന്ധികൾ കൂടെ ദൈവം നമ്മളെ ചിലത് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലത് പഠിച്ചാലേ ആ വിജയത്തിൻ്റെ ഘട്ടത്തിലേക്ക് ഞാൻ കടന്നു വരാൻ കഴിയത്തുള്ളെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് അറിയാമെന്നത് കൊണ്ട് തന്നെയാണ് ചിലത് പഠിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് നല്ല തെളിവുണ്ട്. യോസഫിനെ ദൈവം നടത്തുന്നു. യോസഫിൻ്റെ ജീവിതത്തിൽ അപ്പനാൽ ഇഷ്ടപ്പെട്ട് അപ്പൻ്റെ സ്നേഹഭാജനമായിരിക്കുമ്പോൾ തന്നെ ദൈവത്താലും താൻ സ്നേഹിക്കപ്പെടുന്നുണ്ട്. കാരണം ചില സ്വപ്നങ്ങൾ, ഫ്യൂച്ചർ പ്ലാൻ സ്വർഗത്തിലെ ദൈവം അവന് കൊടുക്കുക. അപ്പോൾ തനിക്കതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് തന്നെ വ്യക്തമായി ദൈവം പഠിപ്പിക്കുന്നുണ്ട്, കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ചെറിയ പ്രായം മുതലേ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കരങ്ങൾ, ദൈവത്തിൻ്റെ ദൃഷ്ടി അവനെ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഉദ്ദേശം, അവൻ ജനിക്കുമ്പോൾ തന്നെയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ചെറിയ പ്രായം മുതലേ ദൈവം അവനെ കാണിച്ചു കൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ചെറിയ പ്രായം മുതലേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം ഉണ്ട്. ദൈവം നമ്മെ നോക്കുന്ന ഒരു വിഷയം, എല്ലാവരെയും ദൈവം നോക്കുന്നുണ്ട്. ഒന്ന് ദിനവൃത്താന്തം 16-ാം അധ്യായത്തിലുണ്ട്, ദൈവം ഭൂമിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. താൻ ബലവാൻ, തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവം എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ മേലുള്ള ആ ദൃഷ്ടി എന്നതിനേക്കാൾ കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ ദൈവം എന്നെ കാണുന്നുണ്ട്. എന്നാൽ യോസഫിനെ കണ്ട കാഴ്ച വ്യത്യസ്തമായ കാഴ്ചയായിരുന്നു. യോസഫിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ ഹൃദയം യോസഫിന് ദൈവം കാണിക്കുന്നത്. അങ്ങനെയുള്ള സ്വപ്നങ്ങളും ദർശനങ്ങളൊക്കെ കർത്താവ് നമുക്ക് തരുന്നുണ്ടോ? അങ്ങനെയുള്ള ആലോചനകൾ ദൈവം നമുക്ക് തരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഓർത്തോണേ പ്രിയരെ, കോമൺ ആയിട്ട് എല്ലാവരെയും കാണുന്ന പോലെ അല്ല ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു കാഴ്ചകൾ തന്നു. നീ എൻ്റെ ദൃഷ്ടിയിലുണ്ട് എന്നുള്ളത് ദൈവം നമ്മെ കാണിക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്. നീ എൻ്റെ ദൃഷ്ടിയിലുണ്ട്, എൻ്റെ നോട്ടത്തിൽ നീ ഉണ്ട്. എൻ്റെ വ്യക്തമായ പദ്ധതിക്ക് വേണ്ടി ഞാൻ നിന്നെ ഒരുക്കുവാനുള്ള ദൈവിക ദർശനങ്ങൾ കൂടെ യോസഫിനെ ദൈവം കാണിക്കുകയാ. ഹല്ലേലൂയ. എത്ര സന്തോഷമുള്ള അനുഭവമാ. തൻ്റെ ഫ്യൂച്ചർ പ്ലാൻ, ദൈവത്തിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ഈ യോസഫിലൂടെ ദൈവം വെളിപ്പെടുത്താനായി, മോനെ നീ ഇതാകാൻ പോകുക. ഇന്നൊരു പക്ഷെ നിനക്കിത് മനസ്സിലാകുന്നില്ലെങ്കിലും നാളെ നിനക്കിത് മനസ്സിലാക്കുന്നൊരു സമയം വരും. അന്ന് നീ മനസ്സിലാക്കാം. പക്ഷെ ഇന്ന് നീ എൻ്റെ ദൃഷ്ടിയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ട്? യെസ്, ഞാൻ എൻ്റെ ദൈവത്തിന് ദൃഷ്ടിയിലുണ്ട്. ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? പ്രൈസ് ഗോഡ്. ഞാൻ എൻ്റെ ദൈവത്തിന് ദൃഷ്ടിയിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, മറ്റുള്ളവരെ നോക്കുന്ന പോലെ അല്ല ദൈവം നമ്മെ നോക്കുന്നത് കേട്ടോ. മറ്റുള്ളവരെ കാണുന്നത് പോലെ അല്ല ദൈവം എന്നെ കാണുന്നത്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കണ്ണില്, ദൈവത്തിൻ്റെ ദൃഷ്ടിക്ക് ഞാൻ പ്രത്യേകതയുള്ളവനാ. എന്നെ കൊണ്ട് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. എന്നെ കൊണ്ട് ദൈവത്തിന് വലിയ പ്ലാൻ ഉണ്ട്. അതെന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ ചില മേഖലകളിലൂടെ ദൈവം എന്നെ നടത്തിയേ പറ്റൂ.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ ഇവിടെ യോസഫിന് അപ്പൻ നല്ല നിലയങ്കിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സന്തോഷമായി പോകുമ്പോൾ ദൈവം തൻ്റെ പദ്ധതി കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരു ദിവസം അപ്പന് ഈ വിഷയമൊന്നും അറിയത്തില്ലെങ്കിലും സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാനായി ശേഖേമിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടെ നിന്ന് അദ്ദേഹം അവിടെയുള്ള തൻ്റെ സഹോദരന്മാർ അവിടെ ഇല്ലെന്ന് അറിവ് കിട്ടിയത് മാത്രമല്ല, അവിടെ നിന്ന് ദോഥാനിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്ന വ്യക്തി പറഞ്ഞതുകൊണ്ടും യോസഫ് ശെഖേമിൽ നിന്ന് ദോഥാനിലേക്ക് കടന്നു പോകുകയാണ്, മറ്റൊരു സ്ഥാനത്തേക്ക് കടന്നു പോകുകയാണ്. അവിടെ പോയപ്പോൾ തൻ്റെ സഹോദരന്മാരൊക്കെ ഉണ്ട്. താൻ കടന്നു വന്ന ഉദ്ദേശമൊക്കെ മനസ്സിലായി. അവിടെ ചെന്ന് സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുമ്പോൾ അപ്പൻ കൊടുത്ത സാധനമൊക്കെ സഹോദരന്മാർ ഭക്ഷിച്ച് പാനം ചെയ്ത് തൃപ്തിയായി. അവരെല്ലാം അവരെ കൂട്ടം കൂടുകയാണ്. സഹോദരൻ ഇഷ്ടഭാജനമായി നീ വലിയ ആളാണോ എന്നുള്ള ഭാവത്തിൽ അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലേക്ക് ഇടുന്ന ഒരു അനുഭവം. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ പ്രിയരെ, പൊട്ടക്കിണറ്റിൻ്റെ അനുഭവത്തിലും അപ്പനും അമ്മയും കൂടെ ഇല്ല എന്ന് വരുമ്പോഴും സഹോദരന്മാർ കൂടെ ഇല്ല എന്ന് വരുമ്പോഴും പ്രൈസ് ഗോഡ്, പൊട്ടക്കിണറ്റിൻ്റെ അകത്തും സ്വർഗത്തിലെ ദൈവം യോസഫിനോട് കൂടെയുണ്ട് എന്നുള്ള കാഴ്ച സ്വർഗത്തിലെ ദൈവം അവനെ വ്യക്തമായി കാണിക്കുകയായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യനും കൂടെ ഇല്ലെങ്കിലും, കൂടെ ജനിച്ചവർ കൂടെ ഇല്ലെങ്കിലും, അപ്പനും അമ്മയും കൂടെയില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം തന്നോട് കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. പൊട്ടക്കിണറ്റിൻ്റെ അനുഭവത്തിൽ വീണിട്ടും ഒരസ്ഥി പോലും ഒടിഞ്ഞു പോകാതെ, ഒരസ്ഥിക്ക് പോലും ക്ഷതം തട്ടാതെ, തൻ്റെ ശരീരത്തിന് യാതൊരു ക്ഷതവും പറ്റാതെ സ്വർഗം താങ്ങിയത് അവൻ്റെ കരങ്ങളിലായിരുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറച്ചൊന്ന് വിശ്വസിക്കാൻ കഴിയും? അതെ, ആരും കൂടെയില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം കൂടെയുണ്ടെങ്കിൽ അവനാണ് കരത്തിൽ താങ്ങുന്നത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പൊട്ടക്കിണറ്റിന്റെ അവസ്ഥയിലേക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വന്ന് അതിനകത്തേക്ക് വീഴുന്നത് പോലെ ഒരു അനുഭവം കടന്നു വന്നാലും ഭയപ്പെടേണ്ട കേട്ടോ, അവന്റെ കരങ്ങളില്ല. പ്രൈസ് ഗോഡ്. ദാനിയേലിനെ സിംഹത്തിന്റെ കൂട്ടിലിട്ടിട്ടും എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സിംഹത്തിന്റെ വായ് അടച്ചു കളഞ്ഞവൻ. ആരാ സിംഹത്തിന്റെ വായ് അടച്ചു കളഞ്ഞേ? ദാനിയേൽ. സിംഹത്തിന്റെ വായ് ആരും അടച്ചു കളഞ്ഞ, സിംഹത്തിന്റെ വാ കീറിക്കളഞ്ഞവരൊക്കെ ഉണ്ട്. ദാനിയേലും ശിംശോനും. സിംഹത്തിന്റെ വായ് അടപ്പിച്ചതാരാ? ദാനിയേലാ. പ്രൈസ് ഗോഡ്. കാരണം എന്താണെന്നറിയാമോ? ദാനിയേലിന്റെ കൂടെ ദൈവമുണ്ട് എന്നുള്ളതിന്റെ തെളിവാ. സ്വർഗത്തിലെ ദൈവം സിംഹത്തിന് കൽപ്പന കൊടുത്തു, സിംഹമേ നീ വാ തുറക്കാൻ പാടില്ല, എൻ്റെ ഭക്തനാണ് താഴോട്ട് വരുന്നതെങ്കിലും നീ വായടച്ചു വെച്ചോണം. അവനെ കടിക്കുവാനോ ഉപദ്രവിക്കുവാനോ സ്വർഗത്തിലെ ദൈവം അനുവാദം സിംഹത്തിന് കൊടുത്തില്ല. അതുകൊണ്ടാണ് അവന്റെ വായടച്ചത്, സിംഹത്തിന്റെ വായടച്ചത്. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരുപക്ഷെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് വീഴപ്പെട്ട അവസ്ഥ ജീവിതത്തിൽ കടന്നു വന്നാലും വീഴുന്നത് ആരുടെ കരങ്ങളിലാണെന്നറിയാമോ? സിംഹത്തിന്റെ വായിലേക്കല്ല, ദൈവത്തിന്റെ കരങ്ങളിലേക്കാ. ഹല്ലേലൂയ. ഭക്തന്മാരായ ശദ്രക്, മേശക്, അബേദ്നേഗോ വീണത് തീയിലേക്കാണെങ്കിലും അത് എന്ത് തീ അവരെ ചുട്ടുകളഞ്ഞില്ല. എവിടേക്കാ വീണെന്നറിയാമോ? തമ്പുരാൻ നാലാമനായി അവിടെ നിൽക്കുന്നത് നമുക്ക് കടന്നു കാണാൻ കഴിയും. പക്ഷേ ഒന്നാമനായി അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീണത് എവിടെ അല്ല, തീയിലേക്കല്ല, ദൈവത്തിന്റെ കരങ്ങളിലേക്കാ. സ്വർഗത്തിലെ കർത്താവിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് യോസഫ് പൊട്ടക്കിണറ്റിലേക്ക് വീണാലും വീഴപ്പെട്ടാലും ദൈവം അവനെ ഒരു അസ്ഥി പോലും ഒടിയാതെ, ഒരസ്ഥിക്ക് പോലും ക്ഷതം സംഭവിക്കാതെ, ഒരു പ്രശ്നവും തന്റെ ജീവിതത്തിൽ ഉണ്ടാകാതെ കർത്താവ് അവനെ ഭദ്രമായി കാത്തു. ഞാൻ വിശ്വസിക്കുകയാ, ദൈവത്തിന്റെ പദ്ധതിയിൽ യോസഫ് ഉള്ളത് കൊണ്ട് അസ്ഥി ഒടിഞ്ഞു വല്ലതും കിടന്നായിരുന്നെങ്കിൽ എന്തോ ഇതന്നെ പ്രിയരെ, ആര് കൊണ്ടുപോകില്ല? മിസ്രൈമിലെ കച്ചവടക്കാർ, ഇസ്മായിലിലെ കച്ചവടക്കാർ കൊണ്ടുപോകില്ല. ഈ അസ്ഥി ഒടിഞ്ഞവനെ എന്തിനാ? ഈ ക്ഷതം പറ്റിയവനെ എന്തിനാ? അവർക്ക് പോലും വേണ്ടതായനെ. പിന്നെ ഈ സഹോദരന്മാരായിരുന്നു പൊക്കിയെടുത്തോണ്ട് വീട്ടിലോട്ട് കൊണ്ടുവരേണ്ടത്. പക്ഷെ ദൈവിക പദ്ധതിയിൽ ചില പ്രശ്നങ്ങൾ എന്ന് തോന്നുമാറി ചില വേദനകൾ ജീവിതത്തിൽ കടന്നു വന്നാലും ഒരസ്ഥിക്ക് പോലും ക്ഷതം സംഭവിക്കാതെ, യോസഫേ നീ ഇവിടെ കിടക്കേണ്ടവനല്ല, നീ ഒരു കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ട ആണെങ്കിൽ പോലും നീ മിസ്രൈമിൽ എത്തേണ്ടതാ എൻ്റെ ഉദ്ദേശം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഉദ്ദേശമൊന്നും പലപ്പോഴും നമുക്ക് മനസ്സിലാകില്ല പ്രിയരെ. അത് കാരണം നമ്മുടെ കുറ്റമൊന്നും അല്ല കേട്ടോ, നമ്മുടെ മാനുഷിക ചിന്തയ്ക്ക് അതിൻ്റെ അത്രത്തോളം കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. ദൈവീക ചിന്തയെ മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാത്തത്. അത്രയൊന്നും ദൈവത്തോടൊപ്പം ഒന്നും നമുക്ക് തലമണ്ടയൊന്നും ഇല്ല കേട്ടോ. ദൈവിക പദ്ധതി എന്ന് പറയുന്നത് മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയാത്തതാ. അത്ര വലിയതാ, അത്ര നല്ലതാ, അത്ര പെർഫെക്റ്റാ അത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ്, ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായ ആലോചന അറിയിച്ചു കൊണ്ടിരിക്കുകയാ. സിംഹത്തിൻ്റെ വായിലേക്ക് വീണാലും, മിസ്രൈമെ കച്ചവടക്കാർക്ക് വിൽക്കപ്പെടേണ്ടി വന്നാലും, അവിടെയും നീ ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്നുള്ളത് മറക്കണ്ട. പ്രൈസ് ലോർഡ്. അവൻ്റെ പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക, അവൻ്റെ പദ്ധതി നിറവേറിക്കൊണ്ടിരിക്കുകയാ, അവൻ്റെ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാ. ഇത് ഏകദേശം 1-ാം ഘട്ടത്തിൻ്റെ അവസാന കാലഘട്ടമാണ്. ഹല്ലേലൂയ. അവൻ യോസഫ് മിസ്രൈമിലെത്തിയാൽ അവൻ്റെ 1-ാം ഘട്ടം അവസാനിച്ചു. ഇവിടെ ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ട്, പക്ഷെ തമ്പുരാൻ്റെ കയ്യിലല്ലേ. അവൻ ഭാരപ്പെടേണ്ട, കാരണം അവൻ ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യില്ല. നമുക്ക് ചേർന്നൊന്ന് പാടാമോ? ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവരടിച്ചാലും എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ അപ്പൻ അടിച്ചാൽ ആ അടി കൊല്ലാനുള്ള അടിയല്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്? എൻ്റെ അപ്പൻ എന്നെ അടിച്ചാലും ആ അടിയിലും എന്തുണ്ട്? ഒരു നന്മയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ചിലരോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവൻ അടിച്ചാലും അവൻ നീതിമാൻ അടിക്കുന്നത് ദയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അടിച്ചാലും എന്നെ കൊല്ലാൻ വേണ്ടി അടിക്കുന്ന അടിയല്ല. അവൻ ശിക്ഷിച്ചാലും അവൻ, ഹല്ലേലൂയ, അവൻ മുറിച്ചാലും മുറിവ് കെട്ടുന്നവനാ. ചതഞ്ഞ ഓടയെ അവൻ കെടുക്കാത്തവനാ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് വിശ്വാസത്തോടെ അവൻ ദൈവത്തിനൊന്ന് നന്ദി പറയാം. അവൻ എൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കടന്നു വന്നാലും അവൻ എന്നെ ശിക്ഷിക്കുകയല്ല, അവൻ എന്നെ സത്യത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഈ ജോസഫിൻ്റെ മിസ്രൈമിലേക്കുള്ള യാത്ര ഞാൻ പറഞ്ഞല്ലോ, അത് 1-ാം ഘട്ടത്തിൻ്റെ അവസാന ഘട്ടമാണ്. പ്രൈസ് ലോർഡ്. ആമേൻ. യോസഫിന് ഒരിക്കലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ആമേൻ. എന്ത്? എൻ്റെ അച്ചാച്ചന്മാരെന്ത് ചെയ്യില്ല, എന്നെ ഒരിക്കലും ദോഷമായിട്ടൊന്നും ചെയ്യില്ല. തൻ്റെ സ്നേഹത്തോടെ കടന്നു വന്ന് അച്ചച്ചന്മാരൊക്കെ ചിലപ്പം വഴക്കൊക്കെ പറഞ്ഞു കാണും. നീ എന്തോടെ ഇത്ര വലിയ സ്വപ്നക്കാരനാണോ, നിന്നെ ഇത്ര സ്വപ്നമൊക്കെ തന്ന് നടക്കുമെന്നൊക്കെ വഴക്ക് പറഞ്ഞാണ് വീട്ടിൽ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യം ചെയ്യുമെന്ന് ഒരിക്കലും താൻ പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ ഈ ചേട്ടന്മാർ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുമെന്നൊരു വിശ്വാസം തനിക്ക് അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എവിടെ പോകില്ലായിരുന്നു? സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ പോകത്തില്ലായിരുന്നു. അപ്പം പറഞ്ഞപ്പോൾ അപ്പനോട് അപ്പം തന്നെ എതിർത്തു പറഞ്ഞെന്നെ, ഇല്ലപ്പാ ഞാൻ പോകില്ല, അവരെന്നെ എന്തെങ്കിലും ഉപദ്രവിക്കും. ഒരൽപ്പം പോലും സംശയം യോസഫിൻ്റെ ജീവിതത്തിന് ഇല്ല. ആ കാലഘട്ടത്തിൽ യോസഫ് സന്തോഷത്തോടാണ് ഇവിടെ വായിക്കുന്ന പോലെ ക്ഷേമം അന്വേഷിക്കുവാൻ പോകുന്നത്. അവരുടെ നന്മയെക്കുറിച്ച് അന്വേഷിക്കാൻ, അവരെങ്ങനെ ഇരിക്കുന്നു, സുഖമായിരിക്കുന്നു എന്നറിയാൻ താൻ സന്തോഷത്തോടെയാണ് പോകുന്നത്.
പോകുമ്പോൾ ഒരിക്കലും പ്രതീക്ഷയില്ലാത്തൊരു കാര്യമാണ് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, പൊട്ടക്കിണറിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും അവരങ്ങനെ ചെയ്യും ഇവരിങ്ങനെ ചെയ്യുമെന്നൊരു പ്രതീക്ഷ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. നന്മയെന്ന് നാം വിചാരിക്കുന്ന പലതും പ്രതീക്ഷിക്കാതെ തിന്മയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരുപക്ഷെ ചില തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകേണ്ട കേട്ടോ, നിങ്ങളുടെ അടുത്തൊരു ഘട്ടത്തിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ചുവടുവയ്പ്പുകൾ, ഹല്ലേലൂയ, ചില ചുവടുവയ്പ്പുകൾ. നിങ്ങളുടെ കാൽ അടുത്തടുത്തൊന്ന് എടുത്ത് വെക്കാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിലും പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ചില വിഷയങ്ങൾ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോഴും നമ്മുടെ ജീവിതം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. മറ്റൊരു വിജയത്തിലേക്കുള്ള ചുവടുവെപ്പുകളാണ് എന്നുള്ളത് ഉറച്ചു വിശ്വസിച്ചാൽ മതി. കാരണം നിങ്ങൾ ആരുടെ കയ്യിലാണ്? തമ്പുരാന്റെ കയ്യില. ഹല്ലേലൂയ. തമ്പുരാന്റെ കയ്യിലിരിക്കുന്നവനെ പറിച്ചെടുക്കാൻ ആരെയും ദൈവം അനുവദിക്കില്ല. അങ്ങനെയെങ്കിൽ നമുക്കൊരു ചിന്തയുണ്ടാകും, യോസഫിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ കടന്നു വന്നത് ദൈവം അനുവദിച്ചിട്ടാണോ? ഇപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവനെ, ദൈവത്തെ മാനിക്കുന്നവനെ, ദൈവം മാത്രം മതി എന്ന് ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നം വരുമോ? ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഭരിക്കാം. ഇങ്ങനൊക്കെ സംഭവിക്കുമോ? ദൈവത്തെ അറിയാത്തവന്റെ ജീവിതത്തിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ദൈവത്തെ സ്നേഹിക്കാത്തവന്റെ ജീവിതത്തിൽ അവൻ സുഖമായിട്ടാണല്ലോ ജീവിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ അവൻ കൊഴുത്തുരുണ്ടിരിക്കുക, ഇപ്പോഴും അവന് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ അങ്ങനെ ഒരു ചോദ്യമൊക്കെ കടന്നു വരും, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ? ഞാൻ ദൈവത്തെ അല്ലേ സേവിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നം എന്താ വരുന്നത്? വരുമോ എന്നൊരു ചിന്ത നമ്മെ ഭരിക്കാം. പക്ഷെ നാം ഉറച്ചു വിശ്വസിക്കുക, അത് വരും. പക്ഷേ ആ വരവിൽ, ആ പ്രശ്നത്തിൽ നാം മുങ്ങിപ്പോകില്ല. ആ വെള്ളം നമ്മുടെ മേലെ അടിച്ച് അതങ്ങ് പോകും. തിരമാല നമ്മെ മുക്കിക്കളയില്ല. സങ്കീർത്തനക്കാരൻ തന്റെ അനുഭവത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. കൊടുങ്കാറ്റ് പോലെ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോഴും അത് നമ്മെ മുക്കിക്കളയുവാൻ ദൈവം അനുവദിക്കില്ല. ദൈവം അനുവദിക്കില്ല. ചില കല്ലുകൾ നമുക്കറിയാം, ചില കല്ലുകൾ സമുദ്രത്തിൽ നമ്മളൊക്കെ കാണാൻ പോയിട്ടുണ്ടല്ലോ, കടലിലൊക്കെ കാണാൻ പോകുമ്പോൾ ചില കല്ലുകൾ എപ്പോൾ പോയാലും അത് അവിടെ തന്നെ ഇരിക്കുന്നത് കാണാം. എത്ര നാൾ ഓരോ നിമിഷത്തിലും അതിൻ്റെ മേളിൽ കൂടെ അലയടിച്ച് ആമേൻ ആ തിരമാലകൾ വന്ന് ആഞ്ഞടിച്ച് അതിനെ ഇളക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചില കല്ലുകൾ ഇളകി പോകുന്നതേയില്ല. അതിനെ ഒന്ന് ഷേപ്പ് വരുത്തിയിട്ടുണ്ട്. കൂർത്ത് ആമേൻ ആരാലും ഒതുക്കുവാൻ കഴിയാതെ കൂർത്ത ഒന്ന് മനുഷ്യന് കയറിയിരിക്കാനോ ഒന്ന് നിൽക്കാനോ ഒക്കെ പറ്റാത്ത അനുഭവത്തിലായിരുന്നു അതിരുന്നത്. പക്ഷേ ഈ തിരമാലകൾ അടിച്ചടിച്ച് അതിനെ ഒന്ന് ഷേപ്പ് വരുത്തി. എത്ര പേർ വിശ്വസിക്കുന്നു എന്നെ ഒന്ന് ഷേപ്പ് വരുത്തിക്കൊണ്ടിരിക്കുക കർത്താവ്? ഹല്ലേലൂയ. എന്നെ ഷേപ്പ് വരുത്തിക്കൊണ്ടിരിക്കുക. ഒത്തിരി തിരമാലകൾ അടിക്കുമ്പോൾ അത്രത്തോളം ഷേപ്പാകും. പ്രൈസ് ഗോഡ്. ഈ ഷേപ്പ് വരുത്തിയവനെ അവിടെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഈ ഷേപ്പ് വരുത്തപ്പെട്ടവൻ, ഒന്ന് പണിഞ്ഞെടുക്കപ്പെട്ടവൻ, ഒന്ന് ദൈവം ഒന്ന് മെരുക്കിയെടുത്തവൻ, എല്ലാ കുതിരയും യുദ്ധത്തിന് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റത്തില്ല. യുദ്ധത്തിന് കൊണ്ടുപോകാൻ ഒരുക്കപ്പെട്ട കുതിരയുണ്ട്. എല്ലാ കുതിരയും കൊണ്ടുപോകത്തില്ല. കുതിരയാണല്ലോ യുദ്ധം ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചാൽ എല്ലാ കുതിരയും യുദ്ധത്തിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പല ഉപയോഗത്തിന് പറ്റും. യുദ്ധത്തിന് കൊണ്ടുപോകണമെങ്കിൽ യുദ്ധക്കുതിരകളെ മെരുക്കിയെടുത്തതിനെ പറ്റത്തുള്ളൂ. എങ്ങനെ മെരുക്കി, എങ്ങനെ യുദ്ധം ചെയ്യണം, ആ യജമാനൻ എങ്ങനെ കീഴടങ്ങിയിരിക്കണമെന്ന് അഭ്യസിപ്പിച്ച കുതിരകളാണ് യുദ്ധത്തിന് കൊണ്ടുപോകുന്നത്. ഇപ്പൊ യോസഫിന്റെ ജീവിതത്തിൽ ചില അഭ്യസനത്തിനേക്ക് ദൈവം നടത്തുകയാണ്. ഇവിടെ യോസഫിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില കൊടുങ്കാറ്റുകൾ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചു. അവിടെയും ദൈവത്തിന്റെ കൈ മറഞ്ഞ് ആമേൻ. ഈ നിഴലൊക്കെ നമുക്ക് കാണാൻ പറ്റത്തില്ല. നിഴൽ എന്ന് പറയുമ്പോൾ അത് ഒറിജിനൽ അല്ല, നമ്മുടെ ഒരു പ്രതിബിംബമാണ് നിഴൽ എന്ന് പറയുന്നത്.
ദൈവം ഒരു മനുഷ്യനെ പോലെ അല്ല നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ദൈവം മറഞ്ഞിരുന്ന് പല സാഹചര്യങ്ങളിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ പൊക്കോ. ദൈവം നമ്മളെ അങ്ങ് നടത്തുക. യോസഫിന്റെ കൂടെയും, അതുകൊണ്ടാണ് യോസഫിന്റെ കൂടെ എവിടെയാണ് നമ്മൾക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നത്? അക്ഷരികമായി യോസഫിനോട് കൂടെ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് യോസഫ് ചെല്ലുന്നിടത്തൊക്കെയും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇതാർക്കറിയാം? യോസഫിനറിയാം. വേറെ ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല. യോസഫിനെ അറിയാൻ പറ്റത്തുള്ളൂ. യോസഫിന്റെ പൊട്ടക്കിണറ്റിലേക്ക് വീണപ്പോഴും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നെന്ന് സഹോദരന്മാർക്ക് മനസ്സിലായില്ല. അവന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നെന്ന് യോസഫിന് മാത്രമേ അറിയത്തുള്ളായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും മറ്റാർക്കും കാണാൻ കഴിയില്ല എന്ത്? ദൈവം നമ്മോട് കൂടെയുള്ളത്. ആർക്കറിയാൻ പറ്റും? നമുക്ക് മാത്രമേ അറിയാൻ പറ്റൂ. ചില മേഖലകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവം എൻ്റെ കൂടെയുണ്ട്. നമുക്കറിഞ്ഞാൽ മതി കേട്ടോ, നമുക്കറിഞ്ഞാൽ മതി. മറ്റാരെയും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ അവൻ നടത്തുന്നു, അവൻ എൻ്റെ കൂടെയുണ്ട്. സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് വീണാലും, തീയുടെ മധ്യത്തിലേക്ക് വീണാലും, പൊട്ടക്കിണറ്റിൻ്റെ അനുഭവത്തിലേക്ക് വീണാലും എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഒരു അസ്ഥിക്ക് പോലും ക്ഷതം വരാതെ എന്നെ കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. എത്രയോ മേഖലകൾ ദൈവം നമ്മളെ അങ്ങനെ നടത്തിയിട്ടുണ്ട്. എത്രയോ കാര്യങ്ങൾ നമുക്ക് അനുഭവങ്ങൾ പറയുവാൻ കഴിയുമല്ലോ. ഹല്ലേലൂയ. അനുഭവം കൂടെ പറഞ്ഞ് നമുക്കിവിടെ തീർക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. മറ്റുള്ളവർക്ക് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത മേഖലയിൽ ഒരു പൊട്ടക്കിണറ്റിൻ്റെ അനുഭവത്തിലേക്ക് യോസഫ് കടന്നു പോകേണ്ടി വന്നു. ഇങ്ങനെ ഒരു പൊട്ടക്കിണർ നമ്മുടെ ജീവിതത്തിലും പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങൾ, ചില പൊട്ടക്കിണറിൻ്റെ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നന്മ ചെയ്യാനായിട്ടാണ് യോസഫ് തീരുമാനിച്ചതെങ്കിലും നന്മ അവൻ്റെ ജീവിതത്തിൽ തിന്മയായിട്ട് ഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാറി നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ്റെ ജീവിതത്തിൽ തിന്മ സംഭവിക്കുന്നു. ഇത് മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ തിന്മ സംഭവിക്കുന്നത് പോലെ തോന്നാം. പക്ഷേ ദൈവം പറയുന്നു, ഇത് തിന്മയല്ല മക്കളെ, ഞാൻ നിന്നെ നന്മയിലേക്ക് നടത്തുകയാണ്, ഞാൻ നിന്നെ വിജയത്തിലേക്ക് നടത്തുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മുടെ അതുകൊണ്ട് നാം ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന യോസഫിൻ്റെ അനുഭവത്തോട് നാം വെച്ചുകൊണ്ടാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമല്ല, ഇത് നമ്മുടെ അനുഗ്രഹമാക്കി തീർക്കണം. യോസഫിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. യോസഫിൻ്റെ ദൈവം എന്നെ നടത്തും. പൊട്ടക്കിണറ്റിന്റെ അനുഭവത്തിലും ദൈവം എൻ്റെ കൂടെയുണ്ട്. യോസഫിന്റെ ദൈവം ജീവിക്കുന്നെങ്കിൽ ഇന്ന് എന്നെ നടത്തുന്നവൻ ജീവനോടെയുണ്ട്, അവൻ എന്നെ നടത്തും. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളിലും, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലും എൻ്റെ ദൈവം എന്നെ നടത്തും എന്ന പൂർണ്ണ ബോധ്യം നമ്മെ ഭരിക്കണം. ഈ ബോധ്യമുണ്ടെങ്കിൽ നാം എങ്ങും തോറ്റുപോകില്ല. ആരൊക്കെ തിന്മ പ്രവർത്തിച്ചാലും, നന്മ ചെയ്യുന്നവർ തിന്മ പ്രവർത്തിച്ചാലും നമുക്കൊരു ബോധ്യമുണ്ടാകണം, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അവൻ നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. അവൻ തിന്മ ഒരുവൻ ചിന്തിച്ചാലും അതിനെയും നന്മയായി അവൻ മാറ്റിത്തീർക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ അങ്ങനെ ഈ മധ്യാഹ്ന കച്ചവടക്കാർ ആ യോസഫിനെ കൊണ്ടുപോകുക നമുക്ക് കാണാം. ഈ സാഹചര്യം ഒന്ന് ഓർത്തു നോക്കിയേ. മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ഒരു നല്ല വീട്ടിൽ അപ്പൻ്റെ സ്നേഹഭാചനമായിരുന്നവൻ ഒരടിമയായി പോകുന്ന ഒരനുഭവം, അവൻ്റെ വസ്ത്രം മാറാൻ ചിന്തിക്കുന്ന ഒരനുഭവം. അടിമയുടെ വസ്ത്രത്തെക്കുറിച്ചൊക്കെ തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നിലയങ്കിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ചിത്രത്തയ്യലുകളുള്ള നിലയങ്കിയൊക്കെ ഇടപെട്ടവൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി ഇപ്പോൾ അടിമയുടെ വസ്ത്രം ധരിക്കുവാനായിട്ടൊരു സാഹചര്യത്തിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ യോസഫിന്റെ മാനസിക സ്ഥിതി ഒന്ന് ചിന്തിച്ചേ. പ്രതിസന്ധികൾ ജീവിതത്തിനു നേരെ ഞാഞ്ഞടിക്കുമ്പോഴും മാനുഷികമായി യോസഫ് അമൻ തകർന്നു പോയി കാണും. മാനുഷികമായി നമ്മുടെ ജീവിതത്തിലും തകർക്കപ്പെടുന്ന അനുഭവം
ചിലപ്പോൾ നമ്മുടെ സഹോദരന്മാരാൽ, നമ്മുടെ കുടുംബത്താൽ, മറ്റുള്ളവരാൽ, നമ്മുടെ സഭയിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവത്താൽ നാം സ്നേഹിക്കപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ഉത്തരവാദി അവനാണെന്ന് നാം മറക്കരുത്. നമ്മുടെ ഉത്തരവാദി നമ്മുടെ ദൈവം തന്നെയായിരിക്കും. പ്രൈസ് ഗോഡ്. ഇവിടെ വസ്ത്രം മാറ്റപ്പെടാൻ വേണ്ടി ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് മിദ്യാനിൽ എത്തുമ്പോഴാണ്. ഇപ്പോൾ ഒന്നാം ഘട്ടം തൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില അസ്വസ്ഥതകൾ ഉണ്ടായ ഒരു ഘട്ടമാണ്. എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ മിസ്രയീമിൽ എത്തുന്നിടം വരെയുള്ള ഒരു കാലഘട്ടമുണ്ടല്ലോ, ആ കാലഘട്ടം മുതൽ അധികാരത്തിലെത്തുന്ന ഒരു കാലഘട്ടം വരെ. നമുക്ക് പലപ്പോഴും അധികാരത്തിലെത്തിയിരിക്കുന്ന യോസഫിനെയാണ് നമുക്കിഷ്ടം. അധികാരത്തിലെത്തി അനേകർക്ക് ക്ഷാമം മാറ്റിക്കൊടുത്ത, ആഹാരം കൊടുത്ത, അപ്പനെയും ആ കുടുംബത്തെയും ഒക്കെ സ്നേഹിച്ച് ഗെർശോമിലേക്ക്, തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന യോസഫിനെ നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഈ കഷ്ടതയിലേക്ക് ജീവിതം വഴിമാറിയ ഒരു ഘട്ടം, രണ്ടാം ഘട്ടം. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം ഘട്ടം അവസാനിച്ചോ? രണ്ടാം ഘട്ടത്തിലാണോ ഇപ്പോൾ? രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് മിസ്രയീമിൽ കൊണ്ടുവന്ന ചില പരിശീലന കളരിയിലേക്ക് ദൈവം ഇറക്കുന്ന ഘട്ടമാണ് രണ്ടാം ഘട്ടം. ചില പരിശീലന കളരി. ഈ പരിശീലന കളരി എന്ന് പറയുന്നത് അത്ര സോഫ്റ്റ് ആയിരിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഹൃദയത്തിൽ ചിന്തയുണ്ടായിരിക്കും, എൻ്റെ ഒന്നാം ഘട്ടം അവസാനിച്ചു, ഞാൻ അടുത്തൊരു ഘട്ടത്തിലേക്ക് കയറി. അപ്പം ഞാനിവിടെ നിന്ന് പറയുക, നിങ്ങളുടെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ പരിശീലന കളരിയാണ്. മോശയുടെ ജീവിതത്തിലേക്ക് നാം ചിന്തിക്കുകയാണെങ്കിൽ ആദ്യത്തെ 40 വർഷം വലിയ പ്രശ്നമൊന്നുമില്ലാതെ സന്തോഷമായി ജീവിച്ച ഒന്നാം ഘട്ടമാണ്. എന്നാൽ മോശയുടെ ജീവിതത്തിന് രണ്ടാം ഘട്ടം പരിശീലന കളരിയായിരുന്നു. ദൈവത്താൽ പരിശീലിപ്പിക്കപ്പെട്ട പരിശീലന കളരി. അത് 40 വർഷം. അല്പം ദൈർഘ്യമേറിയതായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ആ ഘട്ടത്തിലാണ് നാം പഠിച്ചെടുക്കേണ്ട മുഴുവൻ കാര്യത്തെ ദൈവം നമുക്ക് പഠിപ്പിച്ച് നമ്മെ ഒരു നല്ല എന്തായിത്തീരണം. ഞാൻ ഒരു യുദ്ധവീരനായി തീരണമോ? എല്ലാവർക്കും യുദ്ധവീരന്മാരായി തീരാൻ കഴിയില്ല. ചിലർ യുദ്ധത്തിന് വേണ്ടി അഭ്യസിപ്പിക്കപ്പെട്ടവരുണ്ട്. മറ്റു ചിലരെ മറ്റു വിധമായി ചില വിഷയങ്ങൾ. യോസഫിനെ കുറിച്ച് നമുക്കറിയാം. യോസഫ് ബഹുജനത്തിന് നന്മ വരേണ്ടതിന്, രക്ഷ വരുത്തേണ്ടതിനും ഗുണം വരുത്തേണ്ടതിന് വേണ്ടി ദൈവത്താൽ നിയമിക്കപ്പെട്ടവനാണ്. അവന് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ യോസഫിൻ്റെ ജീവിതത്തിലേക്കല്ല, യോശുവയുടെ ജീവിതത്തിലേക്ക് ശ്രദ്ധിച്ചേ. യോശുവ ആരായിരുന്നു? ഒരു യുദ്ധവീരനായിരുന്നു. മോശ ദൈവജനത്തെ നടത്തുന്ന ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പം ദൈവം ഈ പരിശീലന കളരിയിൽ അല്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവൻ എന്തായിത്തീരണമോ അതിനു വേണ്ടിയുള്ള അഭ്യസനമായിരിക്കും രണ്ടാം ഘട്ടത്തിൽ നടക്കുന്നത്. ഈ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് ഏതിലേക്കാണ് പോകുന്നത്. ഇത് നാം മനസ്സിലാക്കണം. ഒന്നാം ഘട്ടം നമുക്ക് അവസാനിച്ചിരിക്കാം. രണ്ടാം ഘട്ടത്തിൽ പരിശീലന കളരിയിലാണെങ്കിൽ ഈ പരിശീലനം തരുന്ന, ഞാൻ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ എന്നെ ദൈവം യുദ്ധം അഭ്യസിപ്പിക്കില്ല. ദൈവം എന്നെക്കുറിച്ച് വേറെ പദ്ധതിയാണെങ്കിൽ ദൈവം എന്നെക്കുറിച്ച് പഠിപ്പിക്കുന്നത് വേറെ വിഷയമായിരിക്കും. ഈ അഭ്യസനമാണ് ഞാൻ പറഞ്ഞ രണ്ടാം ഘട്ടം പരിശീലന കളരി എന്ന് പറയുന്നത്. യോസഫിൻ്റെ ജീവിതത്തിലും വിശുദ്ധി എന്താണ്? നല്ല 17-ാമത്തെ വയസ്സിൽ ഇറങ്ങി പുറപ്പെട്ടവനാ. നല്ല ഒരു യൗവനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നവൻ, തൻ്റെ യൗവനകാലം സന്തോഷമായി ജീവിക്കുന്നവൻ. സന്തോഷമായി ജീവിക്കുന്നതിൻ്റെ മധ്യത്തിൽ ദൈവം അവനെ പഠിപ്പിക്കുന്ന, നീ വിശുദ്ധനായും ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിശുദ്ധി നീ എങ്ങനെ കാത്തു സൂക്ഷിക്കും? നിന്റെ വിശുദ്ധനായി ജീവിക്കുന്നതിൻ്റെ അത്യാവശ്യം ദൈവം നമ്മെ പരിശീലന കളരിയിൽ അത് പഠിപ്പിക്കുന്നേ. ഇവിടെ നാം വിരുദ് പ്രാപിക്കേണ്ടതുണ്ട്. ഈ പരിശീലന കളരി എന്ന് പറയുമ്പോൾ ഇപ്പോൾ താൻ ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് അടിമയുടെ വസ്ത്രമാണ്.
നമുക്ക് അടിമയുടെ വസ്ത്രത്തെക്കുറിച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ അത് വേറൊരു ടോപ്പിക്കായി പോകും. അപ്പം അടിമയുടെ വസ്ത്രം ധരിച്ച് ദൈവം മാനുഷികമായി നോക്കിയാൽ താനൊരു കുറ്റക്കാരൻ, അല്ലെങ്കിൽ താൻ വേറൊരു താണ ലെവലിലേക്ക് പോയി. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലും നാം ഒരു പക്ഷെ ചിന്തിക്കാം, എൻ്റെ ഈ ലെവലിൽ നിന്ന് ഞാൻ മേലെ നല്ല ലെവലിലേക്ക് വരേണ്ടവൻ സെക്കൻഡ് ലെവലിൽ വന്നപ്പോൾ അല്പം കഷ്ടതയിലൂടെ, അല്പം ലെവൽ കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്ന അവസ്ഥയിലൂടെ ഞാൻ അല്പം കൂടെ താഴോട്ട് വന്നോ? ആർക്കും തൻ്റെ ലെവലിൽ നിന്ന് താഴോട്ട് വരാൻ ആരും ആഗ്രഹിക്കത്തില്ല. ഞാൻ ഏത് ലെവലിലായിരുന്നോ അവിടെ നിന്നൊരു ഉയർവാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ദൈവം ചിലപ്പോൾ ചില ലെവൽ നമുക്ക് താഴോട്ട് കൊണ്ടുപോകും. അപ്പൊ നാം ദൈവഭക്തനാണെങ്കിൽ, ഒരു ഭക്തയാണെങ്കിൽ, ഒരു നല്ല വിശ്വാസിയാണെങ്കിൽ ഒരു ലെവൽ അല്പം കുറഞ്ഞാലും എന്ത് ചെയ്യണ്ട? ഭാരപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ലെവൽ കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട കേട്ടോ. ചില അഭ്യസനം വിശുദ്ധിയോടും വേർപാടോടും ജീവിക്കേണ്ട ചില അത്യാവശ്യം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ മാനിക്കും പ്രിയരെ, ദൈവം നിങ്ങളെ മാനിക്കും. പരിശീലന കളരിയിലാണോ നിങ്ങൾ പരിശീലിപ്പിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മിലിറ്ററിക്കാരെയൊക്കെ നമുക്കറിയാമല്ലോ. മിലിറ്ററിക്കാരെ കുറിച്ച് നമുക്കൊരു അഭിമാനമുണ്ട്. നമ്മളെ സൂക്ഷിക്കുന്നവർ, നമ്മുടെ രാജ്യം കാക്കുന്നവരാണ്. അവരുടെ ഈ പ്രാക്ടീസ് സമയമുണ്ടല്ലോ, നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ പരിശീലന കളരി എന്ന് പറയുമ്പോൾ മാനുഷികമായിട്ട് എല്ലാവരെ കൊണ്ടൊന്നും പറ്റാത്ത വിഷയങ്ങളാണ് അവർ ചെയ്യുന്നത്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ആ കഷ്ടത ഓർത്താൽ അവർ ചിലപ്പോൾ മടങ്ങിപ്പോകും. മടങ്ങിപ്പോയാൽ അവൻ എന്തല്ല, അവൻ അടുത്തൊരു ലെവലിലേക്ക് കടന്നു വരാൻ കഴിയില്ല. ഒരു ഗവൺമെന്റ് അവന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇവൻ എൻ്റെ ദേശത്തിനുള്ളവനെന്ന് മുദ്ര കൊടുക്കണമെങ്കിൽ അവന്റെ പരിശീലന കളരി, അവൻ അഭ്യസനം പൂർത്തീകരിക്കണം. അതിന് ചില ലെവൽ താഴോട്ട് വന്നേലേ പറ്റൂ. അതിനവൻ വെള്ളത്തിലോട്ട് പോയാലേ പറ്റൂ. അവൻ കുന്നിലോട്ട് കയറിയാലേ പറ്റൂ. അവൻ താഴെ കിടന്നേ പറ്റൂ. അവൻ ചിലപ്പോൾ ഗട്ടറിൽ കിടക്കേണ്ട അവസ്ഥയും വരും. കണ്ടിട്ടില്ലേ നമ്മളൊക്കെ? യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സേനാ നായകന്മാരൊക്കെ, സേന വീരന്മാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അവർക്ക് താഴെ പോയി ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. അപ്പം ഇതൊക്കെ അയ്യോ ഈ അഴുക്കിലൂടെ പോണോ, ഈ വിഷയത്തിലൂടെ പോണോ എന്ന് ചിന്തിച്ചാൽ അവൻ ആ അഴുക്കിലൂടെ പോകുന്നത് എന്താ ഇങ്ങനെ എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ തോന്നും. പക്ഷെ അവൻ ആരാ? അവനൊരു സേനാവീരനാ. മാനുഷികമായിട്ട് അയ്യോ എന്നൊരു ചിന്ത വന്നാലും അവൻ ദൈവത്തിന്റെ കയ്യൊപ്പുള്ളവനെ പോലെ, ഗവൺമെന്റിന്റെ കയ്യൊപ്പുള്ളവനാ, മുദ്രയുള്ളവനാ. ഒരു ഗവൺമെന്റ് അവനെ ഏറ്റെടുത്തിരിക്കുന്നവനാ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അങ്ങനെ നമുക്കൊരു വിശ്വാസമുണ്ടോ? ചില ലെവൽ കുറയുന്നത് പോലെ നമുക്ക് തോന്നിയാലും ഇപ്പോൾ ഞാൻ ശൂന്യതയിലൂടെയാണ്, എൻ്റെ മുമ്പിൽ ഒന്നും കാണാനില്ല, ഞാൻ എന്തായിത്തീരുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഹൃദയത്തെ ഒന്ന് ആശ്വസിപ്പിക്കുക. തമ്പുരാന്റെ മുദ്ര നിങ്ങളുടെ മേൽ പതിച്ചാൽ അവൻ നിങ്ങളെ അഭ്യസിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ലെവലിലേക്കുള്ള യാത്രയിലാ നിങ്ങൾ. അടുത്ത ലെവൽ വേണമെങ്കിൽ ഈ ലെവൽ പോയേ പറ്റൂ. അങ്ങനെ ഒരു പരിശീലന കളരിയിലൂടെ ദൈവം യോസഫിനെ കടത്തിവിടുകയാണ്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകും കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകും. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. പറഞ്ഞില്ലാത്തത് പറഞ്ഞെന്ന് പറയും, പറഞ്ഞത് പറഞ്ഞില്ലെന്ന് പറയും. എവിടെ നിന്ന് എങ്ങനെയാണ് എപ്പോഴാണ് ഏതാണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ ഒക്കെ മധ്യത്തിൽ നമുക്കൊരു വിശ്വാസമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ മുദ്ര പ്രാപിച്ചവനാ ഞാൻ സാധാരണക്കാരനല്ല, ഞാനൊരു അസാധാരണക്കാരനാ. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലൊന്ന് പറഞ്ഞു, ഞാൻ സാധാരണക്കാരനല്ല, ഞാനൊരു സാധാരണക്കാരനല്ല. ദൈവത്തിൻ്റെ മുദ്രയുള്ള അസാധാരണ വ്യക്തിയാ ഞാൻ.
അവന്റെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ നിറവേറുവാനായി ചില അനുഭവങ്ങളിലൂടെ ദൈവം എന്നെ കടത്തിവിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പരിശീലന കളരിയിൽ ആമേൻ ഹല്ലേലൂയ, ആമേൻ, യോസഫ് ജയിലഴികളിൽ, ജയിലിൻ്റെ അഴികൾ, കമ്പികൾ എണ്ണേണ്ടി വന്നൊരവസ്ഥ. ഇതൊക്കെ എന്താ നമ്മളെ പഠിപ്പിക്കുന്ന എന്താ? ഒരിക്കലും ജയിലഴികളിൽ കിടന്ന് എണ്ണേണ്ട അവസ്ഥ അവൻ്റെ ജീവിതത്തിൽ വരേണ്ട ആവശ്യമില്ല. യോസഫേ, നിന്റെ ജീവിതത്തിൽ വന്നെങ്കിൽ നിന്നെ ഒരിടത്ത് എനിക്ക് കൊണ്ടെത്തിക്കണം. അതിനിതൊക്കെ ചെയ്തേ പറ്റുമോനെ. നിന്നെ ചിലതൊക്കെ അഭ്യസിപ്പിച്ചേ പറ്റൂ. ചിലതൊക്കെ അഭ്യസിപ്പിക്കാതെ, ചിലതൊക്കെ മനസ്സിലാക്കാതെ. ഇവിടെയൊക്കെ ദൈവം കൊടുക്കുന്ന വിഷയം, ദൈവം തനിക്ക് എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, മൂന്നാമത്തെ ഘട്ടത്തിൽ താൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ താൻ എന്തു പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമേ മൂന്നാം ഘട്ടത്തിൽ താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. രണ്ടാം ഘട്ടത്തിൽ പഠിച്ചെടുത്തോണം കേട്ടോ. സ്വർഗം നമ്മെ ചില പരിശീലന കളരിയിലൂടെ നടത്തുന്നെങ്കിൽ ചിലതൊക്കെ നമ്മൾ പഠിക്കണം, പഠിച്ച് കൈവശം വെക്കണം. ചിലതൊക്കെ പഠിച്ച് കൈവശം വെക്കണം. ജ്ഞാനം പ്രാപിക്കേണ്ടിടത്ത് ജ്ഞാനം പ്രാപിക്കണം, കൃപ പ്രാപിക്കേണ്ടിടത്ത് കൃപ പ്രാപിക്കണം, അറിവ് നേടേണ്ടിടത്ത് അറിവ് നേടണം. ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത ചില വിഷയങ്ങൾ ഈ പരിശീലന കളരിയിൽ ഞാൻ അറിയണം. എൻ്റെ ബുദ്ധിമണ്ഡലത്തെ വികസിപ്പിച്ചെടുക്കണം. നമ്മളെ കൊണ്ട് പറ്റും. ദൈവകൃപ എൻ്റെ മേലുണ്ട്, ദൈവകൃപ നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് ചില അറിവ്, ചില അഭ്യസനം, ചില കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആമേൻ നമ്മെ അനുഗ്രഹത്തിലേക്ക് നടക്കുവാനിടയായി തീരും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യോസഫിന്റെ പരിശീലന കളരിയിൽ ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്നു. അതെ, യോസഫിന്റെ പരിശീലന കളരിയിൽ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കലും ദൈവം ആമേൻ യോസഫിനെ മാറ്റി നിർത്തിയില്ല. ദൈവം തന്നോട് കൂടെയുള്ളത് കൊണ്ട് യോസഫ് കൃതാർത്ഥനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോസഫ് കൃതാർത്ഥനായി എന്ന് പറഞ്ഞാൽ ദൈവം യോസഫിനോട് കൂടെയുള്ളത് കൊണ്ട് എവിടൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം, ഈ വിഷയങ്ങൾ യോസഫിനെ ദൈവം പഠിപ്പിച്ചെടുത്തു. ഇങ്ങനൊരു പഠനമൊക്കെ നമുക്ക് വേണോ? ഇങ്ങനെ ചില പഠനങ്ങളൊക്കെ നമുക്ക് വേണോ? നമുക്ക് വേണം. നാളെ ചെയ്യാൻ ചില കാര്യങ്ങൾ, നാളെ ചില കാര്യങ്ങൾ ഞാൻ ചെയ്യണമെങ്കിൽ ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ പഠിച്ചേ പറ്റൂ. ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ പ്രിയരെ, ചില സമയങ്ങളിൽ ചില അഭ്യസനം നാം നേടിയെടുത്തേ പറ്റൂ. പഠിക്കണം. അതിൽ തളർന്നു പോകാൻ നമ്മുടെ മനസ്സിനെ നാം അനുവദിക്കരുത്. പരിശീലന കളരിയിൽ തളർന്നു പോകരുത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമ്മെ ചിലത് പഠിപ്പിക്കുമ്പോൾ അത് പഠിച്ചെടുക്കുവാൻ നാം സന്നദ്ധരായിരിക്കും. കാരണം നാം ചെയ്യാൻ പോകുന്ന ഒരു കാര്യങ്ങൾ വേറെ, അതിനുള്ള പ്രാക്ടീസായി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ പ്രാക്ടീസ് നാം നേടിയെടുത്താലേ അത് നാളെ ചെയ്യാൻ പറ്റൂ. ഇവിടെ നാം പഠിച്ചെടുക്കുന്ന അറിവുകൾ നാളെ നമ്മുടെ അനുഭവമായി മാറും. അമ്മ ഞാൻ പറഞ്ഞാൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശീലന കളരിയായിരുന്നു. ഈ പരിശീലന കളരിയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം എന്തു കൊടുത്തു? ചില കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സർട്ടിഫിക്കറ്റ് കിട്ടും. ചില സർട്ടിഫിക്കറ്റുകൾ ദൈവം യോസഫിന് കൊടുത്തു. യോസഫിന് ദൈവം കൊടുത്തു എന്ന് മാത്രമല്ല, യോസഫിന് വേണ്ടി കൊടുപ്പിച്ചു. ആരെ കൊണ്ട്? രാജാവിനെ കൊണ്ട്. ഞാൻ ആരെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി. താൻ ആരാണെന്നുള്ളത് ദൈവിക ദർശനത്താൽ ദൈവം വെളിപ്പെടുത്തി കാണിച്ചു. ഇതുവരെയും തോൽവി എന്ന് പറഞ്ഞവൻ ഇനിയും അവൻ തോറ്റവനല്ല എന്ന് പറയിപ്പിക്കുന്ന ചില സർട്ടിഫിക്കറ്റുകൾ സ്വർഗത്തിലെ ദൈവം അവനെ പൊന്നുപോലെ പണിതെടുത്ത് നൽകി. എത്ര പേർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്? ചില സർട്ടിഫിക്കറ്റുകൾ ഞാൻ വാങ്ങിക്കാൻ പോകുകയാ. ദൈവം എന്നെ പൊന്നാക്കി പുറത്തെടുത്ത ഒരു കാലമാ ഇത്. പുറത്തെടുക്കുന്ന ഒരു കാലമാ. ദൈവം പുറത്തെടുക്കും, ദൈവം മാനിക്കും, ദൈവം അനുഗ്രഹിക്കും. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ഒന്ന് ഏറ്റെടുക്കണേ. സ്വർഗം കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ദൈവത്തിൽ മാത്രം വിശ്വസ്തനായിരിക്കും. അവൻ സത്യമുള്ളവനാ. അവൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യും. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. അവൻ വാക്കു മാറില്ല. അതുകൊണ്ടാ പാട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞത്, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ എന്ത് ചെയ്യില്ല?
വാക്കു മാറില്ല. വാഗ്ദത്തമുണ്ടോ? വാഗ്ദത്തമുണ്ടോ മോനെ? ഉണ്ട്. പ്രൈസ് ഗോഡ്. അവൻ വാക്ക് മാറില്ല കേട്ടോ. അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നിശ്ചയമായി അത് തന്നെ ചെയ്യും. പൊന്നുപോലെ പുറത്തു വരും, പൊന്നുപോലെ പുറത്ത്. ഒറ്റ വിഷയം, യോസെഫിനെ പോലെ പോകുന്നിടം മുഴുവനും വിശ്വസ്തനും സത്യവാനും വിശുദ്ധനുമായി ജീവിതം നയിക്കാൻ കഴിയുമെങ്കിൽ സർട്ടിഫിക്കറ്റോടെ പുറത്തു വരാം. സ്വർഗം അത് ചെയ്യും. രണ്ടാം ഘട്ടം അവസാനിച്ചു, സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ദൈവം മൂന്നാം ഘട്ടത്തിലേക്ക് ആമേൻ കൊണ്ടുവന്നു. മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ആമേൻ ഒന്നാം ഘട്ടം തോൽവിയുടെ ഘട്ടം പോലെ മനുഷ്യന് തോന്നി. രണ്ടാം ഘട്ടം പരിശീലനത്തിന്റെ ഘട്ടത്തിലേക്ക് ദൈവം അവനെ പറഞ്ഞു വിട്ടു. മൂന്നാം ഘട്ടത്തിലാണ് വിജയത്തിന്റെ ഘട്ടം. ആമേൻ. അതിൻ്റെ നമുക്കൊരു വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ 41-42 വാക്യത്തിൽ വായിക്കുമ്പോൾ മുദ്രാമോതിരം ഇടുവിച്ചു എന്നൊരു വാക്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുദ്രാമോതിരം ഇടുവിക്കണമെങ്കിൽ അവൻ രാജാവിൻ്റെ കണ്ണിന് അല്ലെങ്കിൽ രാജാവിൻ്റെ രാജപദവിക്കൊത്തവണ്ണം ഇവൻ പ്രാപ്തനാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മുദ്രാമോതിരം രാജാവിന് ഇടാൻ കഴിയുകയുള്ളൂ. യോസഫ് രണ്ടാം ഘട്ടത്തിൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചവനായതുകൊണ്ട് ആമേൻ ഒരു തടസ്സവുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ചില കമ്പനികളിൽ ജോലി ചെയ്യുമ്പോൾ ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്ത് കാണിക്കണം. അടുത്ത ലെവലിലേക്ക് ഞാൻ പ്രാപ്തൻ. ചുമ്മാ ആരെങ്കിലും പ്രൊമോഷൻ നൽകുമോ? നൽകില്ല. എൻ്റെ കപ്പാസിറ്റിയും ഞാൻ ചെയ്യുന്ന വേലയും ഞാൻ ചെയ്യുന്ന എൻ്റെ എബിലിറ്റിക്ക് അനുസരിച്ചാണ് ലോകം എന്നെ കടത്തിവിടുന്നത്. പക്ഷെ സ്വർഗം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എബിലിറ്റി അല്ല അവിടെ കാര്യമല്ല. അതൊന്നും ആവശ്യമില്ല എന്നല്ല. അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാ, അത് പ്ലസ് പോയിന്റാ. പക്ഷേ ഒരുവന് കഴിവില്ലെങ്കിലും കഴിവ് കൊടുത്ത് അവനെ പ്രാപ്തനാക്കി അടുത്ത ലെവലിലേക്ക് ദൈവം അവൻ കൊണ്ടുപോകും. എത്ര പേർ വിശ്വസിക്കുന്നു? എന്നെ അവൻ പ്രാപ്തനാക്കി മൂന്നാം ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. കഴിവില്ലാത്തവനെ കഴിവ് കൊടുത്ത് മൂന്നാം ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. പ്രാപ്തിയില്ലാത്തവനെ, അതെന്നെ എൻ്റെ അനുഭവമാണ് കേട്ടോ, എൻ്റെ അനുഭവമാണ്. ഒരു കഴിവുമില്ലാത്ത 4 പേരോട് എൻ്റെ മാതാപിതാക്കളോട് ചോദിച്ചാൽ അറിയാം, 4 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഉറച്ചുപോലും സംസാരിക്കാത്തൊരു വ്യക്തിയാണ്. എൻ്റെ ചെറിയ ഒരുപക്ഷെ ഓൺലൈനിലൊക്കെ ഓരോരുത്തർ കേൾക്കുന്നുണ്ടായിരിക്കും. അതെൻ്റെ അനുഭവമാണ്. 4 പേരുടെ മുമ്പിൽ ശബ്ദത്തോടെ സംസാരിക്കില്ല ഞാൻ. ഉറക്ക കാര്യം പറയുന്ന വ്യക്തിയല്ല ഞാൻ. പേടിയായിരുന്നു, ഭയങ്കര പേടിയുള്ള വ്യക്തിയാ. പക്ഷെ സ്വർഗത്തിലെ ദൈവം 4 അല്ല 40 പേര് വന്നാലും 4000 പേര് വന്നാലും ഒരു മടിയുമില്ലാതെ സ്വർഗത്തിലെ കൃപയോട് പ്രസംഗിക്കുവാൻ സ്വർഗം എന്നെ അവൻ ശക്തീകരിച്ചെങ്കിൽ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അവൻ എന്നെ പൊന്നായി പുറത്തെടുത്തതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെന്റെ കഴിവല്ല കേട്ടോ, ഇതെന്റെ കഴിവല്ല. സ്വർഗം എന്നെ തെരഞ്ഞെടുത്തതിന്റെ തെളിവാ, സ്വർഗം എന്നെ ഉരുവാക്കിയതിന്റെ തെളിവാ. പ്രാപ്തിയില്ലാത്തവനെ പ്രാപ്തനാക്കുന്നതിന്റെ പരിശീലന കളരിയിൽ ആമേൻ പൊന്നായി പുറത്തു വരുമ്പോൾ സ്വർഗം നമ്മെ അനുഗ്രഹിച്ചെന്ന് മറ്റുള്ളവർ പറയത്തക്ക വിധത്തിൽ നമ്മെ അവൻ എടുത്തു കാണിക്കും. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നൊരു ഭാഗമുണ്ട്. 50-20 ബഹുജനത്തിന് നന്മ വരുത്തുവാൻ, രക്ഷ വരുത്തുവാൻ സകലത്തെയും ദൈവം ഗുണമാക്കി തീർത്തു. എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലും വചനത്തിന്റെ വെളിച്ചത്തിലും ഞാൻ വിളിച്ചു പറയാം, രണ്ടാം ഘട്ടം ആമേൻ ചില പരിശീലന ഘട്ടമാണെങ്കിൽ പരിശീലനം പൂർത്തിയാക്കുവാൻ അവൻ കൃപ തരും. ആ കൃപയോടെ രണ്ടാം ഘട്ടത്തിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ മൂന്നാം ഘട്ടം എല്ലാവരുടെയും മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തി നിർത്തുന്ന ഒരു കാലമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവർ യോസഫിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ഒരു വിധത്തിലേക്ക് ദൈവം നമ്മെ മാറ്റിയെടുക്കും. അനേകർക്ക് ഗുണം വരുവാൻ, അനേകർക്ക് ജീവരക്ഷ വരുവാൻ, ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. എൻ്റെ കഷ്ടത അവൻ ഗുണമാക്കി തീർത്തു. ഇതിൻ്റെ ഒക്കെ കാരണം ഞാൻ പറയാം. യോസഫിന്റെ ജീവിതം മുഖാന്തരം വലിയൊരു അനുഗ്രഹത്തിലേക്ക് ദൈവം പറഞ്ഞു വിട്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് വിളിച്ചു പറയട്ടെ പ്രിയരെ, അവൻ്റെ തോൽവിയുടെ ഘട്ടത്തിലും ദൈവത്തെ കൈവിട്ടില്ല.
അവന്റെ പരിശീലന ഘട്ടത്തിലും ദൈവത്തെ അവൻ കൈവിട്ടില്ല. ദൈവം അവനോടുകൂടെയും അവൻ ദൈവത്തോടുകൂടെയും ഇരുന്നത് കൊണ്ട് 3-ാം ഘട്ടം അവന്റെ വിജയഘട്ടമായിരുന്നു. ദൈവം 3-ാം ഘട്ടത്തിൽ അവനെ ശക്തിയോട് ഉപയോഗിച്ചു. ആമേൻ. 3-ാം ഘട്ടം എന്ന് പറയുന്നത് ആമേൻ മിസ്രൈമിന്റെ അധികാരി മുതൽ മരണം വരെയുള്ള ഘട്ടമാണ് 3-ാം ഘട്ടം. ഞാൻ പറയട്ടെ, നിങ്ങളെ ദൈവം ഉയർത്തിയാൽ മരണപര്യന്തം അവൻ നമ്മെ അനുഗ്രഹിച്ച് നടത്തുവാൻ സർവശക്തനാ. എത്ര പേർ വിശ്വസിക്കുന്നു? കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ട്. ദൈവത്തിനൊന്നു മാത്രം, നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ മറ്റൊന്നുമല്ല, പണമല്ല, സമ്പത്തല്ല, പദവിയല്ല, ഒന്നും കർത്താവിന് അങ്ങോട്ട് വേണ്ട. അത് നമുക്കുള്ളതെല്ലാം നാം തന്നെ വെച്ചോ. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന് ഒന്നും മാത്രം മതി. വിശ്വസ്തയോടെ അവന്റെ പിന്നെ പോകുക. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങൾ നമ്മെ സമർപ്പിച്ചേ. ഏതു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പ്രിയ ദൈവവൈദിലേ? 1-ാം ഘട്ടം ഒരുപക്ഷെ തോൽവിയാണ് ഞാൻ കാണുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ തോന്നാം. അപ്പനാൽ സ്നേഹിക്കപ്പെട്ടും അനുഗ്രഹിക്കപ്പെട്ട് ആമേൻ ജീവിതത്തിൽ മുന്നോട്ട് കടന്നു വന്ന ആ സാഹചര്യത്തിൽ നിന്ന് 2-ാം ഘട്ടത്തിലേക്ക് കടന്നു പോയപ്പോൾ പരിശീലനം ഭയങ്കര ടഫായിരുന്നു, എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റാത്തതായിരുന്നു എന്നൊക്കെ നമുക്ക് ചിന്ത തോന്നാം. ഇവിടെയൊക്കെ ദൈവം നമുക്ക് ചിലത് അഭ്യസിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടിയാ തന്നെന്നറിയാമോ? ചില അറിവുകൾ ദൈവം നമുക്ക് തന്നത്, ചില പ്രാക്ടീസ് ദൈവം നമുക്ക് തന്നത്, ചില അനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തിവിട്ടിയത്. എങ്ങനെ തിരമാലയും കൊടുങ്കാറ്റും ജീവിതത്തിനു നേരെ ആഞ്ഞടിക്കുമ്പോൾ ആമേൻ അവിടെ എങ്ങനെ നിൽക്കണമെന്ന് നാം മനസ്സിലാക്കേണ്ടതിനും അത് അനേകർക്ക് പ്രയോജനമായി തീരേണ്ടതിനും ചില കൊടുങ്കാറ്റുകൾ അടുപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കൊടുങ്കാറ്റില്ലെങ്കിൽ അതിനെ എങ്ങനെ തരണം ചെയ്യുന്നു എന്ന് അറിയാൻ കഴിയാതെ പോകും. കൊടുങ്കാറ്റുണ്ടെങ്കിൽ മാത്രമേ കൊടുങ്കാറ്റിനെ തരണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ട്. പിതാവേ, എൻ്റെ ജീവിതത്തിന്റെ 1ഉം 2ഉം ഘട്ടങ്ങൾ ഞാനായിരിക്കുമ്പോൾ 3-ാം ഘട്ടം അനേകർക്ക് നന്മ വരുന്നൊരു ഘട്ടമാക്കി എൻ്റെ ജീവിതത്തിലൂടെ ദൈവം തീർക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.